എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാഞ്ചി അവനാണെങ്കില് ആ ഇൻവിസിബിൾ മാനെ ഇടിച്ചു പഞ്ചറാക്കി ഒരു മൂലക്കേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അവൻ ചോര തുളുമ്പി ഒരുപാട് വേദനയില് നിലവിളിക്കും. അതിന് സാഞ്ചി പറയും, മര്യാദക്ക് നിന്റെ കയ്യിലുള്ള എന്റെ ബസൂക്കാസ് അതെനിക്ക് തിരികെത്താ. ഇത് കേട്ട് ഇൻവിസിബിൾ മാൻ അവൻ ഷോക്കാവും. ഇവനെങ്ങനെ ഞാൻ ആ ബസൂക്ക എടുത്ത കാര്യം അറിഞ്ഞു? അവനാണെങ്കില് സാഞ്ചി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ എടുത്തു ചാടുകയാണ്. സാഞ്ചി ആണെങ്കില് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവന് വെട്ടിത്തിരിപ്പിച്ച് ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? എന്റെ ബസൂക്ക അത് തിരിച്ചു തരാൻ പറഞ്ഞ് ഇപ്പൊ സാഞ്ചി അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങാണ്. വില്ലൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും സാഞ്ചി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബസൂക്ക എഞ്ചിൻ അതങ്ങനെ പിടിച്ചു വലിച്ച് താഴേക്കിടും. ഉടനെ ബാക്കിയുള്ള സോംബീസ് അവരാണെങ്കില് ആ ബസൂക്ക വെപ്പൻ അതുകൊണ്ട് ഷോക്കാവും. കാരണം അവർ അത്രയും സമയം കരുതിയിരുന്നത് ഇൻവിസിബിൾ മാൻ അവൻ ആ ബസൂക്ക അറ്റാക്ക് ചെയ്തത് അതവന്റെ സ്വന്തം പവറാണെന്നാണ്. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ ആ ഒരു അപമാനം അത് സഹിക്കാൻ കഴിയില്ല. കാരണം അവന്റെ ഓരോ സീക്രട്ട് ആയിട്ട് ഇപ്പൊ എല്ലാം തന്നെ റിവീൽ ആവുകയാണ്. അപ്പോഴായിരിക്കും സാഞ്ചി പറയാ, നിന്റെ റിയൽ എബിലിറ്റി അത് ഇൻവിസിബിൾ ആയി മാറുന്നതാണ്. മാത്രമല്ല നീ എന്ത് തൊടുന്നോ അതിനെയൊക്കെ നിനക്ക് ഇൻവിസിബിൾ ആക്കാൻ കഴിയും. അത് വെറും പവർ അല്ല, ഡെവിൾ ഫ്രൂട്ടിന്റെ പവറാണ്. മാത്രമല്ല നമ്മുടെ രണ്ടുപേരുടെയും ബ്ലഡ് അത് ബാഡ് ബ്ലഡ് ആണ്. ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. സത്യം പറയും, നീ ആരാണ്? നിനക്ക് എന്നെ ഇതിനു മുൻപ് അറിയോ? ഉടനെ സാഞ്ചി പറയും, ഞാൻ ഡെവിൾ ഫ്രൂട്ടിന്റെ എൻസൈക്ലോപീഡിയ വായിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പവറാണ് നിനക്ക് കിട്ടിയത്. ലൈഫിലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇൻവിസിബിൾ ആവുന്ന ഒരാളായി തീരണമെന്ന്. ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറാണ് നിനക്ക് കിട്ടിയത്. ആ ഒരു പവർ അതെനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയായിരുന്നു? ഗേൾസ് കുളിക്കുമ്പോ എനിക്ക് ഒളിഞ്ഞു നോക്കിക്കൂടായിരുന്നോ? എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞത് അത് നീയാണ്. ഉടനെ ചുറ്റും കൂടിയിരുന്ന സോംബീസ് സാഞ്ചിയുടെ ആഗ്രഹവും ദാരിദ്ര്യമൊക്കെ കേട്ട് അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇൻവിസിബിൾ മാൻ ചോദിക്കും, ഇതിനു വേണ്ടിയായിരുന്നോ നീ ഇത്രയും കഷ്ടപ്പെട്ട് എന്നോട് ഫൈറ്റ് ചെയ്തേ? ഇത്രയും വൃത്തികെട്ട ഒരു ആഗ്രഹമായിരുന്നോ നിന്റെ മനസ്സില്? അതിന് സാഞ്ചി പറയും, ഇനി ഒരു പെണ്ണിന്റെ കുളിസീന് നീ കാണാൻ പാടില്ല. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. ചോര ഛർദിച്ച് ഇപ്പൊ ഇൻവിസിബിൾ മാൻ അവൻ വീണ്ടും ദൂരേക്ക് തെറിച്ചു പോവും. ഉടനെ ഇൻവിസിബിൾ മാൻ അവന്റെ ഷർട്ട് വലിച്ചൂരി അവന്റെ ഹൾക്ക് ബോഡി കാണിച്ചു കൊടുക്കും. ഇത്രയും നേരം നിന്റെ ഡയലോഗും അടി ഇടിയും ഒക്കെ ഞാൻ സഹിച്ചു. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ചുന്ദരി പെണ്ണ് നാമിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടുമാണ് ഇത്രയും നേരവും ഞാൻ നിന്നെ വെറുതെ വിട്ടത്. ഈ ഒരു കാരണവശാലും നീ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇൻവിസിബിൾ മാൻ ഇപ്പൊ ഇൻവിസിബിൾ ആവും. സാഞ്ചി ഓടി വന്ന് ഇപ്പൊ നാമിയെ കോരിയെടുക്കും. കാരണം കഴിഞ്ഞ തവണ അവൻ നാമിയെ ഇൻവിസിബിൾ ആക്കി കൊണ്ടുപോയതാണ്. ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അവൻ നാമിയെ കോരിയെടുക്കുക. അതിനുശേഷം അവൻ ചുറ്റും നോക്കും. ഉടനെ ആ വില്ലൻ പറയും, നിനക്കിപ്പോ കുറച്ച് ടെൻഷൻ തോന്നുന്നില്ലേ? നീ ചുറ്റും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, നിനക്ക് എന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. വില്ലൻ ഓരോ ഭാഗത്തൂടെ വന്ന് അറഞ്ചം പൊറഞ്ചും ഇപ്പൊ സാഞ്ചി അടിക്കുകയാണ്. അവനാണെങ്കില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സാഞ്ചി ആണെങ്കില് നാമിയെ കൈവിടില്ല. അവളെങ്ങനെ ഉയർത്തിപ്പിടിക്കും. അതിനാ വില്ലൻ അവനൊരു കത്തിയെടുത്ത് സാഞ്ചിയുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടില് ചോര തുളുമ്പി ഇപ്പൊ അവന്റെ കൈവിട്ട് നാമി താഴേക്ക് പോവും. സാഞ്ചിയുടെ അവസ്ഥ കണ്ട് ആ വില്ലൻ അവൻ ചിരിക്കാണ്. എന്തുപറ്റി? നീ നാമി എന്താ താഴേക്കിട്ടത്? നാമിയോടുള്ള നിന്റെ സ്നേഹം അത് ഇത്ര പെട്ടെന്ന് നിനക്ക് നഷ്ടായോ? അത് കേട്ട് സാഞ്ചി അവനാണെങ്കിൽ ഒരുപാട് വേദന സഹിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ മുതുകിലാണെങ്കിൽ വലിയൊരു കത്തി കുത്തിക്കയറിയിട്ടുണ്ട്. സാഞ്ചി പതിയെ തല ഉയർത്തും. ഞാൻ നാമിയെ മാറ്റിക്കിടത്തിയത് അത് മറ്റൊന്നും കൊണ്ടല്ല. അവളിപ്പോ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് വെഡിങ് ഡ്രസ്സിലാണ്. എന്റെ ബാഡ് ആയിട്ടുള്ള ബ്ലഡ് അത് അവളുടെ ഡ്രസ്സിലും ബോഡിയിലും വീഴാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ് അവൻ ശ്വാസമൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ആ വില്ലൻ ഇനി സാഞ്ചിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി അങ്ങനെ നടന്ന് അവളുടെ അടുത്തേക്ക് വരാണ്. അപ്പ സാഞ്ചി കാണും ആ വില്ലന്റെ കാൽപ്പാട് അതവന്റെ ബ്ലഡിൽ പതിയുന്നത്. സാഞ്ചി ചാടി വന്ന് അവന്റെ കാലി പിടിച്ച് വലിക്കാണ്. അവന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സാഞ്ചിക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ചെക്കനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഇനി ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല, ഇത് നിന്റെ അവസാനമാണെന്ന് പറഞ്ഞ് സാഞ്ചി അവന്റെ ബോഡിയിലുള്ള കത്തി അതങ്ങനെ വലിച്ചൂരിയെടുക്കും. വില്ലനാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്ക് സാഞ്ചി അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ ചവിട്ടി ചവിട്ടി തകർത്ത് കളയാണ്. ഇൻവിസിബിൾ മാൻ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സാഞ്ചി അവനെ കറക്കി എടുത്ത് വലിച്ചൊരൊറ്റ ഏറ്. ആ ഒരു ഏറില് അവനങ്ങനെ പറന്നുപോയി അവിടെ ഉണ്ടായിരുന്ന ചുമരില് ആഞ്ഞിടിച്ച് താഴെ വീഴും. ഒരു സെക്കൻഡ് ആ ചുമര് പോലും തകർന്നു പോകുന്നത് കണ്ട് സോംബീസ് അവര് വണ്ടറടിച്ച് നിൽക്കുകയാണ്.
സാഞ്ചി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ നാമിയെ തന്നെ കല്യാണം കഴിക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി. അവനാണെങ്കിൽ ആ വവ്വാലുകൾക്കിടയിൽ പെട്ട് പെടാപ്പാട് പെടുകയാണ്. അവറ്റകളെല്ലാം തന്നെ ചേർന്ന് ഇപ്പൊ ലൂഫിയെ അറഞ്ചം പുറഞ്ചം കട്ടിച്ചു പറിക്കും. നോ, എന്നെ വിട്, മാറുന്നൊക്കെ പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവറ്റകളെ ഓടിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് പോവില്ല. ഗഗ്ഗോമുറയ്ക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ ചിരി അടക്കാൻ കഴിയില്ല. അവറ്റകൾ കുഞ്ഞുങ്ങളല്ലേ, അവറ്റകൾ കളിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അടുത്ത നിമിഷം ലൂഫി കൈ കറക്കി കറക്കി അവറ്റകളെല്ലാം തന്നെ ചുമരിലേക്ക് ആഞ്ഞടിപ്പിക്കും. ലൂഫിയുടെ ബോഡിയിലാണെങ്കിൽ മുഴുവൻ ചോര. അവറ്റകൾ അവന്റെ ഓരോ ഭാഗവും കട്ടിച്ചു പറിച്ചു. ആ വേദനയിലും അവനിപ്പോ ഗഗ്ഗോമുറയുടെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ആ ഷാഡോ അത് വീണ്ടും ലൂഫിക്ക് മുൻപിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. ലൂഫി ഗഗ്ഗോമുറയുടെ അടുത്തേക്ക് അടുക്കുമ്പോഴേക്കും അവന്റെ ക്ലൗൺ അത് വീണ്ടും വവ്വാലുകളായിട്ട് അവനെ കടിച്ചു പറിക്കാൻ തുടങ്ങും. ക്ഷമകെട്ട ലൂഫി അവനിപ്പോ താഴേക്ക് എടുത്തു ചാടും. അതിനുശേഷം മുകളിൽ കൈ പിടിച്ച് ആ ഗഗ്ഗോമുറിയ അവനിരിക്കുന്ന കറക്റ്റ് സ്ഥലത്തിന്റെ താഴെ വന്ന് നിൽക്കും. ഗഗ്ഗോമുറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്തുപറ്റി, ഒരുപക്ഷെ അവൻ ഗിവപ്പ് ചെയ്തോ എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ലൂഫി അവനങ്ങനെ ഫുൾ ഫോഴ്സില് ഗഗ്ഗോമുറിയുടെ തൊട്ട് താഴെ വന്ന് ഒരൊറ്റ ഇട്ടി. ആ ഒരു ഫോഴ്സിൽ ഗഗ്ഗോമുറിയ അവൻ തെറിച്ചു പോകും. ഗഗ്ഗോമുറിയ്ക്കാണെങ്കിൽ ഇത്തവണ കലി കയറും. അവൻ ഒരുപാട് ദേഷ്യത്തില് ലൂഫിയെ നോക്കും. ലൂഫിക്കാണെങ്കിൽ ഒരു 2 കോടി ലോട്ടറി അടിച്ച സന്തോഷം. അവനങ്ങനെ പല്ല് കാണിച്ച് ഗഗ്ഗോമുറിയെ നോക്കി ചിരിക്കും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പിനെ അവനെ അസിസ്റ്റന്റ് ഓടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിലോ ആ ചുന്ദരയെ ഓടിക്കും. അവരിങ്ങനെ ഓടി ഓടി ആ മാൻഷന്റെ ഓരോ ഭാഗങ്ങളായിട്ട് കടന്നു പോകും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഉസോപ്പിനെ പിടിക്കാൻ എടുത്തു ചാടും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഉസോപ്പിനെ കിട്ടില്ല. അപ്പോഴായിരിക്കും ഉസോപ്പ് അവന്റെ തൊട്ടു മുൻപില് 3 വലിയ തൂണുകൾ കാണുക. അവൻ ആ തൂണിൽ പിടിച്ച് അങ്ങനെ വട്ടം കറങ്ങി റിട്ടേൺ വരും. പക്ഷെ അസിസ്റ്റന്റ് ആണെങ്കിൽ അത് കാണാതെ ഓടിപ്പോയി തൂണ് തകർന്ന് അവന്റെ ബോഡിക്ക് മേലെ വീഴുകയാണ്. പക്ഷെ അതാണെങ്കിൽ ആ കല്ലും തൂണൊക്കെ എടുത്തു മാറ്റി വീണ്ടും ഉസോപ്പിന്റെ പിന്നാലെ തന്നെ 100-110 ഓടും. ഉസോപ്പ് ആണെങ്കിൽ ഫയർ ഡയല് അത് വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യും. ഇത്തവണ ഉസോപ്പിന്റെ അറ്റാക്ക് അത് കറക്റ്റ് ആയിട്ട് ഫലിക്കും. അതിന്റെ ബോഡിയിൽ ഫയർ അങ്ങനെ കത്തി പടരാണ്. അതിനുശേഷം ഉസോപ്പ് അത് വരുന്ന വഴിയിലും തീ കത്തിക്കും. എന്നിട്ട് നെഞ്ചൊക്കെ വിരിച്ചു പിടിച്ച് അതിനോട് ഹായ് ആയിട്ട് പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ഇത് മറികടന്ന് നോക്കുന്നൊക്കെ പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുകയാണ്. അതിനുശേഷം ഉസോപ്പ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആ വില്ലത്തിയെ നോക്കും. പക്ഷെ അവളെ ആണെങ്കിൽ അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവൻ കാണും. അവളിപ്പോ അവളുടെ പ്രേതങ്ങളുടെ പവറിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് നിൽക്കുകയാണ്. അവള് പറയും, എനിക്കിങ്ങനെയും ഒരുപാട് കഴിവുകളുണ്ട്. ഞാനാണ് ഈ പ്രേതങ്ങളുടെ എല്ലാ രാജ്ഞി. സോ എനിക്ക് ഇവറ്റകളെ ഉപയോഗിച്ച് പലതും ചെയ്യാൻ കഴിയും. നിന്നെ ഒരൊറ്റയാളെ തകർത്താൽ മാത്രം മതി. ബാക്കിയുള്ള നിന്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ കഴിയും. അത് കേട്ട് ഉസോപ്പ് അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.